സിഗരറ്റ് പോലുള്ള പല ലഹരിയുടെ വിത്തുകൾ ആ മനുഷ്യനെ കാർന്നു പിടിക്കാറുണ്ട്. സഹോദരങ്ങളോട് കൂട്ടുകാരോടും ഒപ്പം ചേർന്നിരുന്ന് ചീട്ടുകൾ കളിക്കുന്ന, പന്തയം വെച്ച് പണങ്ങൾ പലപ്പോഴും തന്റെ പോക്കറ്റിൽ നിന്ന് നഷ്ടമായി പോകുന്ന അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് മാത്രമല്ല, ലഹരിയുടെ വിപത്തിൽ അകപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് കരകയറുന്നത് എന്ന് സവിസ്തരം വിസ്തരിച്ച് കാണിച്ച് മനുഷ്യന്റെ ഉത്ബോധ മനസ്സിലേക്ക് പകർന്നു തന്ന ഒരു സുവിശേഷമാണ് ഇവിടെ കാണിച്ച യേശുവിന്റെ സുവിശേഷം. അതാണ് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും അത്യുച്ചത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വിളിച്ചു പറയുവാനുള്ളത് മറ്റ് ഒരുത്തനിലും രക്ഷ ഇല്ല എന്നുള്ളതാണ്. സർവശക്തൻ ഞങ്ങളെ മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ദേശത്തിൽ വ്യാപാരി വ്യവസായികളുണ്ട്, ഡ്രൈവേഴ്സ് യൂണിയൻ തൊഴിലാളികളുണ്ട്, മറ്റു കടയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പലവ്യഞ്ജന സാധനങ്ങൾ മാത്രമല്ല, മറ്റു സാധനങ്ങൾ വാങ്ങുവാനായി ഈ ജംഗ്ഷനിലേക്ക് കടന്നു വരുന്ന നിരവധി വ്യക്തികളുണ്ട്. പലപ്പോഴും അവരെ കാണുമ്പോൾ നാം ചിരിക്കാറുണ്ട്, അവരെ കാണുമ്പോൾ നാം സന്തോഷത്തിന്റെ പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ പരാജയത്തിന്റെ അവസ്ഥകൾ കുന്നുകൂടിയിരിക്കുന്ന പല സന്ദർഭങ്ങളും അറിയുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ജീവിതത്തിൽ പലപ്പോഴും നിരാശകളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും നേരിടുന്നത്? അതൊരിക്കലും സന്തോഷവൃത്തിയായി നല്ല കേരളമെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ മറന്ന് മുൻപോട്ട് ജീവിതം നയിക്കുമ്പോഴാണ് പരാജയം അവന്റെ ജീവിതത്തിലേക്ക് അടിച്ചു കയറുന്നത്. ലഹരി എന്ന വിപത്തിൽ അകപ്പെട്ടു പോകുന്നതിന്റെ കാര്യം ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ മാങ്കൂട്ടത്തിന്റെ പ്രദേശത്തിലും സവിസ്തരങ്ങൾ പ്രസ്താവിക്കുന്നത് അത് ഇപ്രകാരമാണ്. വാക്യങ്ങൾ നിരത്തുന്നത്: യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. പാപത്തിന്റെ പങ്കുരമായിരിക്കുന്ന ലോകത്തിൽ ആഴ്ന്നു പോയെന്നാലും ജീവിതത്തിൽ പലപ്പോഴും നിരാശകൾ കുന്നുകൂടുമ്പോഴും ദൈവത്തെ മറന്ന് സർവീശ്വരനെ മറന്ന് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആരെയാണ് ഞാൻ വിളിക്കേണ്ടുന്നത്? ആരെയാണ് ഞാൻ വണങ്ങേണ്ടുന്നത്? ആരാണ് എനിക്ക് സദ്വർത്തമാനം പറഞ്ഞു തരുന്നത്, നല്ല സുവിശേഷം പറഞ്ഞു തരുന്നതെന്ന് ചിന്തിച്ചും വേവലാതിപ്പെട്ടും ആത്മഹത്യ പോലുള്ള വിപത്തിലേക്ക് എത്തിച്ചേരുന്നത് നാടിനമ്പെ പരാജയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതൊരിക്കലും മനുഷ്യന്റെ അകതാരിൽ ഊരിത്തിരിഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനം ആണെങ്കിൽ തന്നെയും വചനം ഇപ്രകാരം പറയുന്നു, അത് പൈശാചികന്റെ ചിന്ത മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ അവസ്ഥകൾ നേരിടുമ്പോഴും സത്യസുവിശേഷത്തിന്റെ അവസരങ്ങൾ പലപ്പോഴും പല കവലകളിലും ഞങ്ങൾ ഉയർത്താറുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഈ നല്ല നസ്രായനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എഫ്രാത്ത സഭ അതിനു വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് പണമുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് ഒത്തിരി ആളുകളുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല. ദേശമേ തിരിച്ചറിയുക, മനുഷ്യൻ ദൈവത്തെ മറന്ന് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാലഘട്ടം ബൈബിളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് അത് ബൈബിൾ തന്നെയാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിൾ തന്നെയാണ്. ഒരു രൂപാന്തരം അവരുടെ ജീവിതത്തിൽ നൽകിയ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിൾ തന്നെയാണ്. ബൈബിൾ വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യനെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ തീരുമെന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരാൾ വായിച്ചു പഠിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഈടുകൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ഗാന്ധിജി തെരഞ്ഞെടുത്തത് സമാധാനത്തിന്റെ ഒരു മാർഗമാണ്. എന്താണ് സമാധാനത്തിന്റെ മാർഗം? പല മനുഷ്യരും സമാധാനമില്ലാതെ അവരുടെ ദൈനംദിന ജീവിതം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
അവരുടെ ജീവിതം പലപ്പോഴും മറ്റു ലഹരിയിൽ അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ദേശത്തും ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഇതാണ്: സത്യസുവിശേഷം എന്ന് പറയുന്ന ഗ്രന്ഥം, ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം വിളിച്ചു പറയുന്നത് പലപ്പോഴും ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് സമാധാനം പോയെങ്കിൽ തിരിച്ചറിയുക. ഒരു നല്ല നസ്രായനെ ഞങ്ങൾ ഇന്ന് പകൽ പരിചയപ്പെടുത്തുന്നു. ആ നസ്രായന്റെ പേര് ആണ് യേശു ക്രിസ്തു. അവൻ പാപികളെ രക്ഷിക്കുന്ന ദൈവമാണ്. ഏതൊക്കെ പാപമാണോ, പാപത്തിന്റെ കറകളാണോ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കളയുന്നത്, ഒരു പടിവഴിയിലേക്ക് ഒരു മനുഷ്യനെ എടുത്തു എറിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ആത്മഹത്യ പോലുള്ള പടുകുഴിയിലേക്ക് നാം പോലും അറിയാതെ പലപ്പോഴും നമ്മുടെ ജീവിതം അസ്തമിച്ചു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാവേ, നാളെ നാം ജീവിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം ഈ ഉച്ചഭാഷണിയിൽ പ്രസംഗിക്കുന്ന ഞാൻ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ ദേശത്തിൽ ചെറുപ്പക്കാരോട് കൂടെ തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു സുവിശേഷമുണ്ട്. ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നല്ല നസ്രയനുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം പകർന്നു തന്ന ഒരു നല്ല നസ്രയനുണ്ട്. ആ യേശു ക്രിസ്തുവിനെയാണ് ഈ ദേശത്തും ഞങ്ങൾ പരിചയപ്പെടുന്നത്. മദ്യത്തിന്റെ ആസക്തി ശ്രോതാവേ തിരിച്ചറിയുക. നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു മാർഗമുണ്ടെങ്കിൽ, തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ പറഞ്ഞു തന്ന മാർഗമുണ്ടെങ്കിൽ, നമ്മെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. ആ ഇതളുകൾ തിരിച്ച് മറിച്ച് പഠിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനൊരു മാനസാന്തരം വന്ന് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒരു സന്ദേശം എന്നതുപോലെ, സ്വാതന്ത്ര്യം എന്നതുപോലെ ഒരു നിത്യ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അകതാരിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അത് നിങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും നമ്മുടെ സമൂഹത്തിനും അനുഗ്രഹമായി തീരുമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിൽ സമാധാനമില്ല, എന്റെ ഹൃദയത്തിൽ സമാധാനമില്ല എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഏത് അവസ്ഥയിലായിരുന്നാലും ഒരു നിമിഷം കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് കർത്താവ് വലിയ മാറ്റം കൊണ്ടുവരുവാൻ തന്നെ ചെയ്യും. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു.